എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്നേഹത്തെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു കിടിലൻ കഥയാണ്. ലോകം മുഴുവൻ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുടെ ഹൃദയം തൊട്ട ഒരു ക്ലാസിക് സ്റ്റോറി. കഥ തുടങ്ങുന്നത് ഈ ഒരു സംഖ്യയിൽ നിന്നാണ്. $1.87. ഒന്ന് ആലോചിച്ചു നോക്കൂ, ക്രിസ്മസ് തലേന്ന് നമ്മുടെ കഥാനായിക ഡെല്ലിയുടെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് ഇത്രമാത്രമാണ്. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ ഈ ചെറിയ പൈസയെ കയ്യിലുള്ളൂ. അപ്പോ ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. ഡെല്ലയും അവളുടെ ഭർത്താവ് ജിമ്മും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു യങ് കപ്പിള്. പക്ഷെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്നേഹം പോലെ തന്നെ വലുതായിരുന്നു അവരുടെ ദാരിദ്ര്യവും. പക്ഷേ ദാരിദ്ര്യത്തിനിടയിലും അവർക്ക് രണ്ടുപേർക്കും അഭിമാനിക്കാൻ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ നിധികൾ. ഡെല്ലയുടെ കാര്യമെടുത്താൽ അതവളുടെ മുടിയായിരുന്നു. വെറുതെ മുടിയല്ല, കാൽമുട്ടിന് താഴെ വരെ നീണ്ടുകിടക്കുന്ന അതിമനോഹരമായ മുടി. ഇനി ജിമ്മിന്റെ കാര്യം നോക്കിയല്ലോ, അവനൊരു സ്വർണ്ണവാച്ചുണ്ടായിരുന്നു. വെറുമൊരു വാച്ചല്ല, അച്ഛനും മുത്തച്ഛനും കൈമാറി വന്ന ഒരു കുടുംബസ്വത്ത്. ഈ രണ്ട് നിധികളാണ്, ഓർത്തുവെച്ചോളൂ, ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ഇവിടെ മുതലാണ് കഥ ശരിക്കും അതിന്റെ ഒരു വൈകാരികമായ തലത്തിലേക്ക് കടക്കുന്നത്. നല്ലൊരു സമ്മാനം വാങ്ങാൻ വേണ്ടി ഇവർ രണ്ടുപേരും എത്രത്തോളം പോകാൻ തയ്യാറാണ്? നമുക്ക് നോക്കാം അവരെടുക്കുന്ന ആ വലിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന്. ആദ്യം നമുക്ക് ഡെല്ലിയുടെ പ്ലാൻ എന്താണെന്ന് നോക്കാം. പ്രശ്നം സിമ്പിളാണ്. കയ്യിലുള്ളത് വെറും $1.87. അതുകൊണ്ട് ജിമ്മിനൊരു നല്ല ഗിഫ്റ്റ് കിട്ടില്ല. അപ്പോൾ അവിടെ ഒരു തീരുമാനമെടുത്തു, കുറച്ചധികം കഠിനമായൊരു തീരുമാനം. തനിക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ അഭിമാനമായ ആ നീണ്ട മുടി, അത് വിൽക്കാൻ അവൾ തീരുമാനിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഒരവസ്ഥ. അങ്ങനെ അവൾ മുടി വിറ്റു. അതിനവൾക്ക് കിട്ടിയത് എത്രയാണെന്നറിയുമോ? $20. കയ്യിലുണ്ടായിരുന്ന ആ ചെറിയ തുക വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ നിധിയാണ്. ഇപ്പോഴാണ് അവൾക്ക് ശരിക്കും സമാധാനമായത്. ജിമ്മിനു വേണ്ടി നല്ലൊരു സമ്മാനം വാങ്ങാമല്ലോ. ആ പണവുമായി അവൾ നേരെ പോയി ജിമ്മിന് പെർഫെക്റ്റ് ആയ ഒരു സമ്മാനം കണ്ടുപിടിച്ചു. അതൊരു പ്ലാറ്റിനം വാച്ച് ചെയിനായിരുന്നു. വളരെ സിമ്പിൾ, പക്ഷെ നല്ല ഭംഗിയുള്ള ഒന്ന്. ജിമ്മിന്റെ ആ സ്വർണ്ണ വാച്ചിന് ഇതന്നെ വേണം, ഇത് തന്നെയാണ് ഏറ്റവും ചേർന്നത് എന്നവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. ജിമ്മിന്റെ ആ ശാന്തമായ സ്വഭാവത്തിനും ഈ ചെയിൻ്റെ ഭംഗിക്കും എന്തോ ഒരു ബന്ധമുള്ളതുപോലെ. ശരി, അപ്പോൾ ഡെല്ലി സമ്മാനം വാങ്ങി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ അതേസമയം നമ്മൾ അറിയാതെ മറ്റൊരാളൊരു ത്യാഗത്തിന് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജിമ്മ്. അവനും ഒരു രഹസ്യ പ്ലാനുണ്ടായിരുന്നു. അതെ, നിങ്ങൾ ഊഹിച്ചത് ശരിയാണെങ്കിൽ ജിമ്മും അവന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത് വിറ്റു. എന്തിനാണെന്നോ? ഡെല്ലയുടെ ആ മനോഹരമായ മുടിക്കു വേണ്ടി അവൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്ന രത്നങ്ങൾ പതിച്ച ഒരു സെറ്റ് ചീപ്പ് വാങ്ങാൻ. അതിനായി അവൻ തന്റെ അമൂല്യമായ ആ സ്വർണ്ണ വാച്ച് വിറ്റുകളഞ്ഞു. അങ്ങനെ ആ നിമിഷം വന്നെത്തി. ക്രിസ്മസ് രാത്രി അവർ പരസ്പരം സമ്മാനങ്ങൾ കൈമാറാൻ പോവുകയാണ്. കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കാൻ പോകുന്ന നിമിഷം. അപ്പോ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് അവര് വാങ്ങിയ ആ സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? അതുകൊണ്ട് എന്തുണ്ടായി? സമ്മാനങ്ങൾ കണ്ടോ? ജിമ്മിനു വേണ്ടി അവന്റെ വാച്ചിനൊരു പ്ലാറ്റിനം ചെയിൻ, ഡെല്ലയ്ക്ക് വേണ്ടി അവളുടെ നീണ്ട മുടിയിൽ ചൂടാൻ മനോഹരമായ ചീപ്പുകൾ. ഓരോ സമ്മാനവും മറ്റേയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അവരുടെ സ്നേഹം എത്ര വലുതാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? പക്ഷേ ഇവിടെയാണ് ആ ഹൃദയം തകർക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ കാണുന്നത്. ഡെല്ലിക്ക് കിട്ടിയത് മനോഹരമായ ചീപ്പുകളാണ്, പക്ഷേ അത് ഉപയോഗിക്കാൻ അവളുടെ മുടിയില്ല. ജിമ്മിന് കിട്ടിയതോ വാച്ചിന് പറ്റിയ ഒരുഗ്രൻ ചെയിൻ, പക്ഷേ ആ ചെയിൻ ഇടാൻ അവന്റെ കയ്യിൽ വാച്ചുമില്ല. രണ്ടുപേരുടെയും സമ്മാനങ്ങൾ ഇപ്പോൾ അവർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്തതായി മാറി. സാഹിത്യത്തിൽ ഇതിനൊരു പേരുണ്ട്, വിരോധാഭാസം അല്ലെങ്കിൽ ഐറണി. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നിന് നേർവിപരീതമായ ഒരു ഫലമുണ്ടാകുന്ന ഒരു സാഹചര്യം. ഇവിടെ സംഭവിച്ചതും അതുതന്നെ. അപ്പം നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും, ഇതെല്ലാം വെറുതെയായിരുന്നോ? അവരുടെ ത്യാഗങ്ങൾ ഒരു പരാജയമായിരുന്നോ? അതോ ഇതിനെല്ലാം അപ്പുറം എന്തെങ്കിലും ഒരു അർത്ഥം ഈ കഥയ്ക്ക് നൽകാനുണ്ടോ? ഒന്നാലോചിച്ചു നോക്കിയേ, ഈ വിരോധാഭാസത്തിന് പല തലങ്ങളുണ്ട്. ഡെല്ല മുടി വിറ്റത് വാച്ച് ചെയിനിനാണ്, ജിം വാച്ച് വിറ്റത് മുടി ചീപ്പിനും. സമ്മാനം കൈമാറിയ ആ നിമിഷം തന്നെ അത് ഉപയോഗശൂന്യമായി. തങ്ങളുടെ ഏറ്റവും വലിയ നിധികൾ അവർ ത്യജിച്ചത് ഇപ്പോൾ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത വസ്തുക്കൾക്ക് വേണ്ടിയാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു വിഡ്ഢിത്തമായി തോന്നാമെങ്കിലും കഥാകൃത്ത് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ വിവേകമെന്നാണ്. അവർക്ക് ആ സമ്മാനങ്ങൾ അപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പറ്റിയില്ല. അവരത് മാറ്റിവെച്ചു. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്ന് അവിടെയുണ്ടായിരുന്നു, അവരുടെ സ്നേഹം. അതിനൊരു മാറ്റവും സംഭവിച്ചില്ല. സത്യത്തിൽ അത് കൂടുതൽ ശക്തമാവുകയാണുണ്ടായത്. ഈ കഥ ശരിക്കും സമ്പത്ത് എന്നതിനെ പുതിയൊരു രീതിയിൽ കാണിച്ചു തരികയാണ്. കയ്യിൽ പണമില്ലാത്തതൊരു കുറവായിരിക്കാം, പക്ഷെ മനസ്സിൽ സ്നേഹമില്ലാത്തതാണ് യഥാർത്ഥ ദാരിദ്ര്യം.
ഡെല്ലയും ജിമ്മും പണം കൊണ്ട് ദരിദ്രരായിരുന്നു, പക്ഷേ സ്നേഹം കൊണ്ട് അവർ കോടീശ്വരന്മാരായിരുന്നു. യഥാർത്ഥ സമ്പത്ത് വസ്തുക്കളിലല്ല, ബന്ധങ്ങളിലാണ്. ഏറ്റവും നല്ല സമ്മാനങ്ങൾ വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്, അല്ലാതെ പൈസയിൽ നിന്നല്ല. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഓ ഹെൻറി ഇവരെ ഏറ്റവും വിവേകശാലികളായ സമ്മാനം നൽകുന്നവർ എന്ന് വിളിക്കുന്നത്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഒന്നാമതായി, കൊടുക്കുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥം ത്യാഗം ചെയ്യുക എന്നതാണെന്ന് അവർക്കറിയാമായിരുന്നു. രണ്ടാമത്, ഇതൊരു കടമയുടെ പുറത്ത് ചെയ്തതല്ല, അത്രയേറെ സ്നേഹമുള്ളതുകൊണ്ട് ചെയ്തതാണ്. മൂന്നാമതായി, സ്വന്തം വസ്തുക്കളെക്കാൾ വലുതാണ് സ്നേഹമെന്ന് അവർ തെളിയിച്ചു. ചുരുക്കി പറഞ്ഞാൽ, ആ സമ്മാനങ്ങളായിരുന്നില്ല പ്രധാനം, അത് കൊടുക്കാൻ അവർ കാണിച്ച മനസ്സുണ്ടല്ലോ, അതായിരുന്നു യഥാർത്ഥ സമ്മാനം. അപ്പോ ഇത്രയും മനോഹരമായൊരു കഥ എഴുതിയ ആളെക്കുറിച്ചുകൂടി നമുക്ക് ചെറുതായിട്ടൊന്നറിയണ്ടേ? ഓ ഹെൻറി അപ്രതീക്ഷിതമായി കഥ അവസാനിപ്പിക്കുന്നതിലെ ഒരു മാസ്റ്ററായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വില്യം സിഡ്നി പോട്ടർ എന്നായിരുന്നു. 1862 ജനിച്ച് 1910 വരെ ജീവിച്ചു. അദ്ദേഹം ഓ ഹെൻറി എന്ന പേരിലാണ് എഴുതിയിരുന്നത്. സാധാരണക്കാരായ ആളുകളുടെ കഥകൾ, പക്ഷെ അവസാനം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റുണ്ടാകും. അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റൈൽ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച ചെറുകഥകൾക്ക് എല്ലാ വർഷവും ഓ ഹെൻറി അവാർഡ് നൽകാറുണ്ട്. അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിന്റെ ലെഗസി. അപ്പോ ഈ കഥ നമ്മളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. എന്താണ് ഒരു സമ്മാനത്തെ ശരിക്കും വിവേകമുള്ളതാക്കി മാറ്റുന്നത്? അതിന്റെ വിലയാണോ, അതോ അത് തരുന്ന ആളുടെ സ്നേഹമാണോ? നിങ്ങൾക്കും ചിന്തിക്കാം. അടുത്ത തവണ കാണുന്നതുവരെ നമസ്കാരം.